1993 ഇറങ്ങിയൊരു ചൈനീസ് ത്രില്ലർ ചിത്രമാണ് 3 ഡേയ്സ് ഓഫ് എ ബ്ലൈൻഡ് ഗേൾ. ചിത്രത്തിന്റെ തുടക്കത്തിൽ നാൻസി എന്നൊരു പെണ്ണിനെയാണ് കാണിക്കുന്നത്. അവൾക്ക് കണ്ണിനൊരു പ്രശ്നം വന്നപ്പോൾ അമേരിക്കയിൽ പോയി ഓപ്പറേഷൻ ചെയ്തു വന്നിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ അവളുടെ ഫുൾ കാഴ്ചയും നഷ്ടപ്പെട്ടു. അങ്ങനെ നാട്ടിൽ തിരിച്ചെത്തി അവര് ഡോക്ടറെ പോയി കാണുന്നു. കണ്ണു പരിശോധിച്ച ഡോക്ടർ 3 ദിവസത്തിനുള്ളിൽ പതിയെ അവളുടെ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് അവരോട് പറയുന്നു. ഇതാണ് നാൻസിയുടെ ഹസ്ബൻഡ് ഡോക്ടർ ജോൺ. അങ്ങനെ അവര് അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം മുഴുവൻ ഡോക്ടർ നാൻസിയുടെ കൂടെ തന്നെ സമയം ചിലവഴിക്കുന്നു. കാരണം അയാൾക്ക് അടുത്ത ദിവസം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിനായിട്ട് ജോൺ അമേരിക്കയിലേക്ക് പോവുകയാണ്. ഇവരാണ് നാൻസിയുടെ വേലക്കാരി മായ. ഇത് മായയുടെ ബോയ് ഫ്രണ്ട്. ഇയാളൊരു പോലീസുകാരനാണ്. ജോണ് നാൻസിയുടെ കാര്യങ്ങളെല്ലാം മായയോട് നോക്കാൻ പറഞ്ഞിട്ട് അവർ 2 ദിവസം കഴിഞ്ഞ് മടങ്ങി വരാമെന്ന് പറഞ്ഞ് അമേരിക്കയിലേക്ക് പോകുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മായ അവൾക്ക് ആസ്മ ഉള്ളത് കൊണ്ട് തന്നെ മരുന്ന് വാങ്ങിക്കാനായിട്ട് ടൗണിലേക്ക് പോയിട്ട് വരാമെന്ന് നാൻസിയോട് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവൾ പോയപ്പോൾ വീടിനുള്ളിൽ തനിച്ചിരിക്കാനായിട്ട് നാൻസിക്ക് പേടിയാവും. അങ്ങനെ അവൾ പുറത്തിരുന്ന് അവളുടെ നായയുടെ കൂടെ കളിക്കുന്നു. അപ്പോൾ ഒരാള് അങ്ങോട്ട് വരുന്നു. കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ നാൻസിക്ക് അയാൾ ആരാണെന്ന് തിരിച്ചറിയുന്നില്ല. അപ്പോൾ അവൻ്റെ പേര് സാം ആണെന്ന് പറഞ്ഞ് അവനെ പരിചയപ്പെടുത്തുന്നു. സാം ജോണിനെ കാണാൻ വന്നതാണ്. സാമിൻ്റെ ഭാര്യയുടെ ഹാർട്ട് പ്രോബ്ലം മാറ്റിയത് ജോൺ ആയിരുന്നെന്നും അതിന് നന്ദി പറയാനായിട്ടാണ് ഡോക്ടറെ കാണാൻ വന്നതെന്നും അവന് പറയുന്നു. എന്നാൽ ജോൺ ഇവിടെ ഇല്ലെന്ന് നാൻസി പറയും. നാൻസിക്ക് കണ്ണ് കാണില്ലെന്ന് മനസ്സിലാക്കിയ സാം അവളെ കൈ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഡോക്ടർ വീട്ടിലില്ലെന്ന് അറിഞ്ഞ അവന് പിന്നീട് വരാമെന്ന് പറഞ്ഞ് വളരെ മാന്യമായിട്ട് നാൻസിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു പോയ മായയെ കുറെ സമയം കഴിഞ്ഞിട്ടും കാണാത്തത് കൊണ്ട് തന്നെ നാൻസിക്ക് വല്ലാതെ പേടി തോന്നും. അപ്പോൾ പുറത്ത് ഭയങ്കരമായിട്ടുള്ള മഴ പെയ്യാനായിട്ട് തുടങ്ങുന്നു. പെട്ടെന്ന് ആരോ ഡോർബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് അവള് അത് മായ വന്നതായിരിക്കുമെന്ന് കരുതിയിട്ട് ഡോറ് തുറക്കും. എന്നാൽ സാം ആയിരുന്നു പുറത്തുണ്ടായിരുന്നത്. സാമിന് നാട്ടിലേക്ക് പോകാനുള്ള ബസ് മിസ്സായി പോയെന്ന് അവന് പറയുന്നു. ഇവിടെ വേറെ ആരെയും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്നും മഴ ചോർന്നു കഴിഞ്ഞാൽ തിരിച്ചു പോയിക്കോളാമെന്നും അവന് നാൻസിയോട് പറയുന്നു. അവന് നാൻസിയോട് നല്ലതുപോലെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ നോട്ടമൊന്നും അത്ര ശരിയല്ലായിരുന്നു. അവളുടെ മുൻപിൽ അവന് നല്ലവനായിട്ട് അഭിനയിക്കുകയാണ്. അവൾക്ക് കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ അവൻ അവളുടെ മുൻപിൽ വെച്ച് അവൻ്റെ അടിവസ്ത്രമെല്ലാം അഴിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും നാൻസി അറിയുന്നില്ലായിരുന്നു. പിന്നീട് അവർ 2 പേരും സംസാരിക്കുന്നു. അപ്പോൾ നാൻസി ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭാര്യയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അവനോട് ചോദിക്കും. അപ്പോൾ സാം ദേഷ്യപ്പെട്ട് അവൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുന്നു. ഭാര്യയ്ക്ക് സുഖമില്ലാതായപ്പോൾ സാം അവൻ്റെ കയ്യിലുള്ള എല്ലാം വിറ്റിട്ടാണ് അവളുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തിരുന്നത്. പക്ഷെ അവൾ സാമിനെ ചതിക്കുകയായിരുന്നു. അവനറിയാതെ അവൾക്ക് വേറൊരാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. എന്നെ ചതിച്ചവളെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് അവൻ അവളോട് പറയും. അങ്ങനെ കുറച്ച് സമയം അവർ സംസാരിച്ചിരിക്കുന്നു. അവസാനം ലേറ്റ് ആയപ്പോൾ സാം അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ രാത്രിയായിട്ടും മായ വീട്ടിലെത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ വീട്ടിൽ തനിച്ചായിരിക്കുമ്പോൾ നാൻസിക്ക് വേറെ ആരോ ആ വീടിനകത്തുള്ളതായിട്ട് ഒരു തോന്നൽ തോന്നും. ആക്ച്വലി സാം അവിടെ നിന്ന് പോയിട്ടില്ലായിരുന്നു. അവന് ശബ്ദമുണ്ടാക്കാതെ നാൻസി കുളിക്കുന്നതൊക്കെ നോക്കിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവന് നാൻസിയുടെ അടുത്തേക്ക് വന്നതും പെട്ടെന്ന് അവൻ്റെ കൈ അവളുടെ ദേഹത്ത് തട്ടിപ്പോവും. പേടിച്ചു പോയ അവൾ ഒച്ച വെക്കാനായിട്ട് തുടങ്ങുമ്പോൾ സാം അവളുടെ മുൻപിലേക്ക് വരികയും ആ വീട്ടിൽ ആരോ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ ഇല്ലാത്ത ഒരാളുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് പോലെ അവനെ നാൻസിയുടെ മുൻപിൽ അഭിനയിക്കുന്നു. ഇത് കേട്ട നാൻസി ശരിക്കും ആരോ വീട്ടിലേക്ക് കയറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വീട്ടിലേക്ക് കയറിയ ആളെ അടിച്ചോടിക്കുന്നത് പോലെ സാം അവളുടെ മുൻപിൽ അഭിനയിക്കും. പിന്നീട് അവൾക്ക് പാലിൽ ഉറക്കുകളെ കലക്കിയിട്ട് കൊടുക്കുന്നു. അങ്ങനെ മായ വരുന്നത് വരെ വീട്ടിൽ അവൾക്ക് കാവലായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അവളോട് പോയിട്ട് ഉറങ്ങാനായിട്ട് പറയും. അങ്ങനെ റൂമിലേക്ക് വന്ന നാൻസി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പോലീസിനെ അറിയിക്കാനായിട്ട് ഫോൺ എടുക്കുന്നു. പക്ഷേ അത് വർക്കാവുന്നില്ലായിരുന്നു. കാരണം സാം ആ ഫോണിൻ്റെ കണക്ഷൻ കട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇതവൾ അറിയുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ ഉറങ്ങിപ്പോന്നു. അങ്ങനെ അടുത്ത ദിവസം നാൻസി എണീറ്റ് നോക്കുമ്പോൾ സാം അവൾക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ട് അവൾ കാണും. രാവിലെ ആയിട്ടും മായ വീട്ടിലെത്തിയിട്ടില്ലായിരുന്നു. പേടിച്ചു പോയ നാൻസി ഇപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കണമെന്ന് പറയും. ഇത് കേട്ട് സാം അവന് പോലീസിനെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫോണിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇന്നലെ നടന്ന കാര്യങ്ങൾ പോലീസിനോട് വിളിച്ചു പറയുന്നത് പോലെയൊക്കെ അഭിനയിക്കുന്നു.
ആ സെയിം ഫോണിലാണ് നാൻസി ഇന്നലെ പോലീസിനെ വിളിക്കാനായിട്ട് ശ്രമിച്ചത്. എന്നാൽ അവൾക്ക് ആ കോൾ കണക്റ്റ് ആയിട്ടില്ലായിരുന്നു. ഇത് കണ്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ നാൻസി നിങ്ങൾ ആരാണെന്നും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നും അവനോട് ചോദിക്കുന്നു. എല്ലാം അവൾക്ക് മനസ്സിലായെന്നറിഞ്ഞപ്പോൾ സാമിന്റെ തനി നിറം പുറത്തേക്ക് വരും. പിന്നീട് അവനെ എന്താണ് ചെയ്തതെന്നാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ വേലക്കാരിയായ മായയെ അവന് കെട്ടിയിട്ടിട്ട് അവന്റെ കാറിൽ വെച്ചിരിക്കുകയാണ്. അവന് സൈക്കോ ആണെന്ന് മനസ്സിലാക്കിയ നാൻസി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കും. പക്ഷേ അവൾക്ക് കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് അവൾക്ക് അറിയുന്നില്ലായിരുന്നു. പിന്നീട് അവന് എന്തിനാണ് ഇങ്ങനെ അവന് ചെയ്യുന്നതെന്നുള്ള കാരണമൊക്കെ അവളോട് പറയാനായിട്ട് തുടങ്ങും. സാമിൻ്റെ ഭാര്യയ്ക്ക് നാൻസിയുടെ ഹസ്ബൻഡായ ജോണുമായിട്ട് അഫെയർ ഉണ്ടായിരുന്നു. സാമിൻ്റെ ഭാര്യയുടെ ഹാർട്ട് പ്രോബ്ലത്തിന് ജോണിനെയാണ് അവർ കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ജോണിൻ്റെ അടുത്തേക്ക് പോയാണ് അവർ അഫെയറിലായത്. ഇതറിഞ്ഞ സാം അവളോട് പിന്മാറാനായിട്ട് പറഞ്ഞെങ്കിലും അവൾ സാമിനെ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം അവൾക്ക് ഓപ്പറേഷൻ നടക്കുന്നതിനിടെ ജോൺ അവളെ കൊന്നു എന്നാണ് സാം പറയുന്നത്. സോ ഇപ്പോൾ സാം ജോണിനെ കൊല്ലാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് അവന് നാൻസിയോട് പറയുന്നു. പിന്നീട് അവന് അവളോട് മോശമായിട്ട് പെരുമാറാനൊക്കെ ശ്രമിക്കുന്നു. അതിനുശേഷം സാം നാൻസി വളർത്തുന്ന നായയെ കൊന്നു കളയുകയും അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഇറച്ചി അവളെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്യുന്നു. കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ അവൾ അവളുടെ നായയെ മുഴുവനായിട്ട് കഴിക്കുന്നു. പിന്നീട് അവന് ഒരു സൈക്കോയെ പോലെ പെരുമാറാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് അവൻ ഇരിക്കുന്ന സോഫയ്ക്കടിയിൽ ഒരു ഫോൺ ഉള്ളതായിട്ട് അവൾക്ക് ഓർമ്മ വരുന്നത്. ആ ഫോണ് കയ്യിൽ കിട്ടാൻ സാമിനെ അവിടെ നിന്ന് തന്ത്രപൂർവ്വം മാറ്റണം. അതിനായിട്ട് അവള് ആസ്മ വന്നതുപോലെ അഭിനയിക്കുന്നു. അപ്പോൾ അവള് തനിക്ക് ആസ്മയുണ്ടെന്നും ഇൻഹേലർ തീർന്നെന്നും പുതിയത് വാങ്ങിച്ചു തരാമോ എന്ന് അവനോട് ചോദിക്കുന്നു. അങ്ങനെ സാം ഇൻഹേലർ വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നു. അവന് പോയ ഉടനെ തന്നെ അവൾ ഫോണ് തപ്പിയെടുത്ത് പോലീസിനെ വിളിക്കാനായിട്ട് നോക്കുമ്പോഴാണ് അതിൽ ബാറ്ററി തീർന്നിരിക്കുന്നതായിട്ട് അവൾക്ക് മനസ്സിലായത്. അവൾ അത് ചാർജ് ചെയ്യാനായിട്ട് കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറി പോകുമ്പോൾ പുറത്ത് സാമിൻ്റെ കാറിൻ്റെ ശബ്ദം അവൾ കേൾക്കുന്നു. ഉടനെ തന്നെ അവൾ ആ ഫോണ് അവളുടെ ഡ്രസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സ്റ്റെപ്പിൽ നിന്ന് തെന്നി താഴേക്ക് വീഴുന്നു. എന്നാൽ വേദനയൊന്നും പുറത്ത് കാണിക്കാതെ അവൾ നിൽക്കുമ്പോഴേക്കും സാം ഡോറ് തുറന്നു വരും. അങ്ങനെ അവന് അവൾക്ക് ഇൻഹേലർ കൊടുക്കുകയും അത് യൂസ് ചെയ്ത് നോർമൽ ആയതുപോലെ അവൾ അഭിനയിക്കുകയും ചെയ്യുന്നു. പിന്നീട് ക്ഷീണം തോന്നുന്നതിനാൽ റൂമിൽ പോയി വിശ്രമിക്കണമെന്ന് അവൾ പറയും. കാരണം അവളുടെ റൂമിലാണ് ചാർജിങ് പോയിന്റ് ഉള്ളത്. അങ്ങനെ സാം അവളെ റൂമിലേക്ക് കൊണ്ടുവന്ന് കിടത്തുന്നു. അങ്ങനെ അവന് കാണാതെ അവൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഫോണ് ചാർജിൽ വെച്ച് ഉറങ്ങിപ്പോവും. ഈ സമയത്ത് അവിടെ കിടന്നിരുന്ന വേലക്കാരിയുടെ ബാഗ് സാം പരിശോധിക്കുകയും ആ ബാഗിൽ നിന്ന് ആസ്മയുടെ മരുന്ന് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ നാൻസിക്ക് ആസ്മയില്ലെന്ന് മനസ്സിലാക്കി അവന് അവളുടെ അടുത്തേക്ക് വന്ന് ഒച്ച വെക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അവള് എനിക്കും ആസ്മയുണ്ടെന്ന് അവനോട് കള്ളം പറയുന്നു. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് ഒരു കള്ളൻ ആ വീട്ടിലേക്ക് കയറുന്നു. അവൻ എല്ലാ റൂമും പരിശോധിക്കുകയും അവസാനം അവള് കിടക്കുന്ന റൂമിലെത്തുകയും ചെയ്യുന്നു. ശബ്ദം കേട്ട് അവള് സാം ആണ് വന്നതെന്ന് കരുതിയിട്ട് നീ വീണ്ടും വന്നോ എന്ന് അവനോട് ചോദിക്കും. അവൾ അന്ധയാണെന്ന് മനസ്സിലാക്കിയ കള്ളനെ അവളെ കട്ടിൽ കെട്ടിയിടുന്നു. അപ്പോൾ നാൻസി നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് ഞാനൊരു കള്ളനാണെന്ന് അയാൾ പറയുന്നത്. ഇത് കേട്ട് അവള് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആ കള്ളനോട് പറയുന്നു. എന്നാൽ അവന് അതൊന്നും വിശ്വസിക്കുന്നില്ല. തന്നെ പേടിപ്പിക്കാൻ വേണ്ടി അവൾ വെറുതെ കള്ളം പറയുന്നതാണെന്ന് അവന് വിചാരിക്കുന്നു. പിന്നീട് ആ കള്ളന് അവൾക്ക് കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ അവളോട് മോശമായി പെരുമാറാനായിട്ട് തുടങ്ങും. ഉടനെ അവൾ കരയാനായിട്ട് തുടങ്ങുകയും ഈ ശബ്ദം കേട്ട് താഴെ നിന്ന് സാം അങ്ങോട്ട് ഓടി വരികയും ആ കള്ളനെ വളരെ ക്രൂരമായിട്ട് തലക്കടിച്ചു കൊല്ലുകയും ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്നാണ് ആരോ ഡോർബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. കുറേ സമയം ബെൽ അടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ സാം പേടിയോടുകൂടി വാതിൽ തുറക്കുന്നു. നോക്കുമ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് മായയുടെ ലവറായ പോലീസായിരുന്നു. 2 ദിവസമായിട്ട് മായയുടെ ഒരു വിവരം ഇല്ലാത്തതുകൊണ്ട് അന്വേഷിക്കാനായിട്ട് വന്നതാണ് അവന്. ഇതുവരെ അവന് നാൻസിയുടെ ഹസ്ബൻഡ് ജോണിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സാം ആണ് നാൻസിയുടെ ഹസ്ബൻഡ് ജോൺ എന്ന് അവനെ തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നു. ഇത് മനസ്സിലാക്കിയ സാം മായ ഇവിടെ ഇല്ലെന്നും പുറത്തേക്ക് പോയതാണെന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ സാമിൻ്റെ പെരുമാറ്റത്തിൽ എന്തോ സംശയം തോന്നിയ ആ പോലീസുകാരൻ കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞ് വീട്ടിനകത്തേക്ക് കയറുന്നു. സാം അകത്തേക്ക് പോയ തക്കം നോക്കി അയാൾ ആ വീട് മൊത്തം പരിശോധിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒടുവിൽ അയാൾ നാൻസിയുടെ റൂമിലെത്തുകയും ചെയ്യുന്നു. അങ്ങനെ അയാൾ റൂമിലേക്ക് കയറാനായിട്ട് പോകുമ്പോഴേക്കും അങ്ങോട്ട് സാം വരികയും കട്ടിലിൽ കിടക്കുന്ന നാൻസിയെ കാണിച്ചുകൊണ്ട് അവൾ നല്ല ഉറക്കത്തിലാണെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് വിദഗ്ധമായിട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ കട്ടിലിൽ കിടത്തിയിരിക്കുന്നത് നേരത്തെ അവൻ കൊന്നു കളഞ്ഞ ആ കള്ളൻ്റെ ബോഡിയായിരുന്നു. സാമും അയാളും തമ്മിലുള്ള സംസാരം കേട്ട അവള്
ആ വന്നത് വേലക്കാരിയുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് മനസ്സിലാക്കുകയും അയാൾ ഒരു പോലീസുകാരനായതുകൊണ്ട് തന്നെ അവളെ രക്ഷിക്കുമെന്ന് പ്രതീക്ഷയോടെ അവൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് വീടിന് പുറത്തേക്ക് വരുന്നു. പക്ഷേ അപ്പോഴേക്കും ആ പോലീസുകാരന് അവിടെ നിന്ന് കാർ എടുത്ത് പോകുന്നതായി അവൾ കേൾക്കുന്നു. ഉടനെ അവള് സാമിന്റെ കണ്ണിൽ പെടാതെ ഇരിക്കാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കാടിനുള്ളിലേക്ക് പോയി ഒരുവിധം അവിടെ ഒളിച്ചിരിക്കും. അങ്ങനെ കുറച്ചു സമയം അവൾ അവിടെ ഇരിക്കുമ്പോൾ മങ്ങിയ കാഴ്ചയിൽ അവൾ ഒരു കാറ് ദൂരെ നിന്ന് വരുന്നതായിട്ട് കാണുകയും രക്ഷപ്പെടാനായി റോഡിലേക്ക് ഓടിപ്പോയി ആ കാറിന് മുൻപിൽ നിന്ന് കൈ കാണിക്കുകയും ചെയ്യുന്നു. കാർ അവിടെ നിർത്തുകയും മുൻസീറ്റിലിരിക്കുന്നത് ഒരു സ്ത്രീയാണെന്ന് അവൾ മനസ്സിലാക്കുകയും താൻ ഒരു ഭ്രാന്തന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു വരികയാണെന്നും രക്ഷിക്കണമെന്നും ആ സ്ത്രീയോട് അവൾ പറയുന്നു. പക്ഷെ ആ കാറിൽ വന്നത് സാം തന്നെ ആയിരുന്നു. മുൻസീറ്റിലിരിക്കുന്നത് മായയാണെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. നിനക്ക് ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് സാം അവളെ തിരിച്ചു വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇതേ സമയം തിരിച്ചു പോവുകയായിരുന്ന ആ പോലീസുകാരന് അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. കഴിഞ്ഞ ആഴ്ച മായ അവന് ഒരു ഫിലിം ഡെവലപ്പ് ചെയ്യാനായിട്ട് കൊടുത്തിരുന്നു. ഇപ്പോഴാണ് അവൻ അത് ഓർമ്മ വന്നത്. അങ്ങനെ അവന് ആ ഫോട്ടോസ് എല്ലാം എടുത്തു നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ജോൺ അല്ല ആ വീട്ടിലുള്ളതെന്ന് അയാൾക്ക് മനസ്സിലായത്. ആ വീട്ടിൽ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവന് ഉടനെ തന്നെ തിരിച്ച് നാൻസിയുടെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തി അവിടെ ആകെ പരിശോധിക്കുകയും ഒടുവിൽ നാൻസിയെ പൂട്ടിയിട്ട റൂമിലേക്ക് അവൻ എത്തുകയും ചെയ്യും. അങ്ങനെ അവന് അവിടെ നിന്ന് രക്ഷിക്കാനായിട്ട് പോകുമ്പോൾ പതുങ്ങിയിരിക്കുകയായിരുന്ന സാം പോലീസുകാരനെ പിറകിൽ നിന്ന് തലയ്ക്കടിച്ച് കൊന്നു കളയുന്നു. പിന്നീട് സാം നാൻസിയെ താഴേക്ക് കൊണ്ടുവരികയും ഇനി നിന്നെ വിട്ടാൽ ശരിയാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവളോട് മോശമായിട്ട് പെരുമാറാനായിട്ടും തുടങ്ങുന്നു. തട്ടിമാറ്റിയാൽ ഉറപ്പായിട്ടും അവനെ തന്നെ കൊന്നു കളയുമെന്ന പേടി അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അനങ്ങാതെ അവന് നിന്നുകൊടുക്കും. എങ്ങനെയെങ്കിലും തക്കം കിട്ടിയാൽ അവനെ കൊന്നു കളയണമെന്ന് അവൾ ഉറപ്പിക്കുന്നു. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് അവളുടെ ഭർത്താവ് ജോൺ കടന്നു വരുന്നു. രണ്ടുപേരെയും ഒരുമിച്ച് ആ അവസ്ഥയിൽ കണ്ട ജോണ് അവർ തമ്മിൽ അഫെയറിലാണെന്ന് തെറ്റിദ്ധരിക്കും. താൻ പുറത്തുപോയ തക്കത്തിന് നാൻസി സാമിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയതാണെന്ന് അയാൾ കരുതുന്നു. ഇത് കേട്ട സാം അവർ തമ്മിൽ അഫെയറിലാണെന്ന് പോലെ അഭിനയിക്കും. നാൻസി ഞാൻ നിരപരാധിയാണെന്ന് ജോണിനോട് പറഞ്ഞെങ്കിലും അയാൾ അതൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് അവസരമാക്കിയ സാം നിങ്ങളുടെ ഭാര്യയാണ് എന്നെ വീട്ടിലേക്ക് വരുത്തിയതെന്ന് ജോണിനോട് പറയും. എന്നാൽ നടന്ന കാര്യങ്ങളെല്ലാം നാൻസി ജോണിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സത്യങ്ങൾ ജോണിന് പതിയെ മനസ്സിലാവുന്നത്. അങ്ങനെ ജോണും സാമും തമ്മിൽ തല്ലുകൂടുകയും അതിനിടയിൽ സാം നിനക്ക് ജെന്നിഫറിനെ ഓർമ്മയുണ്ടോയെന്ന് അവനോട് ചോദിക്കുന്നു. ആദ്യം ജെന്നിഫറിനെ അറിയില്ലെന്നൊക്കെ ജോൺ പറഞ്ഞെങ്കിലും സാം അവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൻ എല്ലാ സത്യങ്ങളും തുറന്ന് സമ്മതിക്കുന്നു. ഇത് കേട്ട നാൻസി ഷോക്കായി പോവും. കാരണം ഇത്രയും സമയം സാം അവളോട് കള്ളം പറയുകയാണെന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ തൻ്റെ ഭർത്താവിന് വേറെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നെന്ന് അറിഞ്ഞ് അവൾ ആകെ തകർന്നു പോകുന്നു. അങ്ങനെ അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തക്കം നോക്കി അവൾ അടുത്തുള്ള റൂമിലേക്ക് പോവുകയും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവിടെ പതുങ്ങിയിരിക്കും. അങ്ങനെ കറണ്ട് പോയപ്പോഴാണ് നാൻസി രക്ഷപ്പെട്ട കാര്യം സാം ശ്രദ്ധിച്ചത്. അങ്ങനെ അവളെ പിടിക്കാനായിട്ട് പോകുമ്പോൾ അവൻ്റെ ബൂട്ടിൻ്റെ ശബ്ദം കേട്ട് അവൾ കയ്യിലുണ്ടായിരുന്ന ഒരു സ്പ്രേ എടുത്ത് ബൂട്ട് ശബ്ദം വരുന്ന ഭാഗത്തേക്ക് അടിക്കുന്നു. ആ സ്പ്രേ സാമിൻ്റെ മുഖത്തായിരുന്നു അവൾ അടിച്ചത്. അങ്ങനെ അവൻ്റെ മുഖത്തിൻ്റെ പകുതി ഭാഗവും പൊള്ളിപ്പോകുന്നു. പെട്ടെന്ന് തന്നെ അവന് മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുന്നു. അപ്പോഴാണ് നാൻസിക്ക് കാഴ്ച കിട്ടിയിരിക്കുന്നതായിട്ട് അവൾ കാണുന്നത്. പക്ഷേ ഒരു മങ്ങൽ പോലെയാണ് അവൾക്കെല്ലാം കാണാൻ കഴിയുന്നത്. കണ്ണിന് കാഴ്ച കിട്ടിയ കാര്യം അവൾ പുറത്ത് കാണിച്ചില്ല. അങ്ങനെ സാം അടുത്തേക്ക് വരുന്നത് കണ്ട് അവൾ കാഴ്ചയില്ലാത്തതുപോലെ അവൻ്റെ മുൻപിൽ അഭിനയിക്കുകയും അവൻ അടുത്തേക്ക് വന്നതും ഒട്ടും പ്രതീക്ഷിക്കാതെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കനമേറിയ സാധനം എടുത്ത് അവൻ്റെ തലയ്ക്ക് അടിക്കുന്നു. ഉടനെ തന്നെ അവൾ അടുക്കളയിലേക്ക് ഓടുകയും അവിടെ ഓവനിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുകയും ചെയ്ത് ശേഷം അടുത്തുള്ള ഒരു റൂമിലേക്ക് കയറി വാതിലടയ്ക്കുന്നു. അപ്പോൾ അവിടെ വീണ് കിടക്കായിരുന്ന സാം അവളെ തിരഞ്ഞ് അവളുടെ പിന്നാലെ വരുന്നു. പക്ഷേ അവൻ അടുക്കളയിൽ എത്തിയപ്പോഴേക്കും അവൻ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. ശബ്ദം കേട്ട നാൻസി അവന് മരിച്ചിരിക്കാമെന്ന് കരുതിയിട്ട് സമാധാനത്തോടു കൂടി അവൾ സോഫയിലിരിക്കുന്നു. അപ്പോഴാണ് അവൾ ജോൺ അവിടെ പരിക്ക് പറ്റി കിടക്കുന്നതായിട്ട് ശ്രദ്ധിച്ചത്. ഇത്രയും കാലം തന്നെ ചതിച്ചതിന് അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ ജോൺ മരിച്ച കാര്യം ശ്രദ്ധിച്ചത്. അടുക്കളയിൽ നിന്ന് സാം തിരിച്ചു വന്ന് അവനെ കൊന്നതായിരുന്നു. അങ്ങനെ പെട്ടെന്ന് സാം അടുക്കളയിൽ നിന്ന് അവളെ കൊല്ലാനായിട്ട് ഓടി വരുന്നു. പക്ഷേ അവൾ അവളുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് ഒടുവിൽ നാൻസി കയ്യിൽ കിട്ടിയ ഒരു ആയുധം എടുത്ത് അവനെ കുത്തിക്കൊല്ലുന്നു. അങ്ങനെ എല്ലാം അവസാനിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം അവളുടെ കാഴ്ചയൊക്കെ തിരിച്ചു കിട്ടും. ഒരു ദിവസം അവൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരു ടാക്സിക്ക് കൈ കാണിച്ചതും ഒരു ടാക്സി നിൽക്കും. ഇതേ സമയത്ത് തന്നെ മറ്റൊരാളും ആ ടാക്സിക്ക് കൈ കാണിച്ചിരുന്നു. നമുക്ക് ഷെയർ ആയിട്ട് പോവാമെന്ന് അയാൾ പറഞ്ഞെങ്കിലും പുരുഷന്മാരെ തനിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞ് അവൾ ആ ടാക്സിയിൽ ഒറ്റയ്ക്ക് പോകുന്നതോടുകൂടി ഈ സിനിമ അവസാനിക്കുന്നു.